ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളിയാഴ്ച നിർണായക കൗൺസിൽ യോഗം. അയോഗ്യത മറികടക്കാനായ അഭിഭാഷകൻ മുഖേന ആർ സുഗതൻ മേയർക്ക് അവധിയപേക്ഷ നൽകി. കഴിഞ്ഞ 2 കൗൺസിൽ യോഗത്തിലും സുഗതൻ പങ്കെടുത്തിരുന്നില്ല. 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാകും. കൗൺസിൽ യോഗത്തിന് ശേഷം സുഗതനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് CPM സെക്രട്ടറിക്ക് കത്ത് നൽകും. ആർ സുഗതന് അയോഗ്യതയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. എല്ലാ മാസവും കോർപ്പറേഷനിൽ ഒരു കൗൺസിൽ യോഗം കൃത്യമായി ചേരുമെന്നും VV രാജേഷ് പറഞ്ഞു. കൗൺസിൽ യോഗം എല്ലാ മാസവും ഒരു കൗൺസിൽ യോഗം ചേരണം. അത് ഈ മാസത്തെ 31-ാം തീയതി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ യോഗം 31-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ക്കാണ്. കൗൺസിലറാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സംഘമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോർപ്പറേഷൻ ചെയ്യുന്നുമില്ല. അയോഗ്യതര സാഹചര്യം ആർക്കും ഉണ്ടാവില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളിയാഴ്ച 31-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ക്ക് കാണാം. സ്വാഭാവികമായിട്ട് അവിശ്വാസ പ്രമേയമല്ലാതെ മറ്റൊരു നടപടിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാര്യം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം. നിയമപരമായിട്ട് ഈ കൗൺസിൽ പ്രവർത്തിക്കണം. ഇത്രയും അപമാനകരമായിട്ട് നമ്മുടെ നഗരസഭയുടെ താമസമുള്ള 10 ലക്ഷം ആളുകളെയും ഇത്രയും മോശമാക്കുന്ന ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപമാനിക്കലാണ് നടക്കുന്നത്. രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആരും അയോഗ്യരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല, കോർപ്പറേഷൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം അത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മേയർ ആലോചന നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കാര്യത്തിനകത്ത് രൂപപ്പെട്ടു വരികയല്ലാതെ മറ്റു മാർഗമില്ല. കാര്യം ഈ മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് ആണ് ഞാൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. കണ്ടിന്യൂസ് ആബ്സെൻ്റ് ആണ്. ഈ 90 ഡേയ്സ് വന്നിട്ടില്ല, 3 യോഗങ്ങളിൽ തുടർച്ചയായിട്ട് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അദ്ദേഹത്തിനെ അയോഗ്യനാക്കുക എന്നുള്ളതാണ് മറ്റു നടപടിയെന്ന്. അതിപ്പോൾ മേയർക്ക് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് നടപടിയെടുക്കേണ്ടത്. ആ സെക്രട്ടറി ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതെല്ലാം ഗവൺമെൻറ് മറ്റു തുടങ്ങിയിട്ടുള്ളത്. അതിനകത്ത് മേയർക്ക് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിയമപരമായി ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിയമവിരുദ്ധമായി എങ്ങനെയാണോ മുൻപ് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. MG പ്രതീഷ്, 2 കൗൺസിൽ യോഗത്തിൽ ആർ സുഗതൻ പങ്കെടുത്തില്ല. ഒന്നുകൂടി പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ അയോഗ്യത ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് കത്ത് നൽകുമെന്നുള്ളതാണ് CPM നിലപാട്. പക്ഷേ ഈ അഭിഭാഷകൻ മുഖേന അവധി അപേക്ഷ നൽകുകയാണെങ്കിൽ അയോഗ്യതാ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെ കോൺഫിഡൻസ്. മാധു, തീർച്ചയായും. കാരണം വെള്ളിയാഴ്ച നഗരസഭാ കൗൺസിൽ നടക്കുമ്പോൾ അത് BJPക്കും സുഗതനും ഒരുപോലെ നിർണായകമാണ്. മുനിസിപ്പൽ ആക്ട് പ്രകാരം തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യതയാണ്. പക്ഷേ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവധിക്ക് അപേക്ഷ നൽകാൻ കഴിയും. സാധാരണഗതിയിൽ അസുഖങ്ങളോ മറ്റോ വരുമ്പോൾ അത്തരത്തിൽ അത്യാഹിത സമയത്ത് മാത്രമാണ് അത്തരത്തിൽ അവധി നൽകുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. പക്ഷേ സുഗതൻ ഇവിടെ കാപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ്. ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് സുഗതൻ അവധി അപേക്ഷ ഇപ്പോൾ കോർപ്പറേഷൻ മേയർക്ക് നൽകിയിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ഈ അവധി അപേക്ഷ പരിഗണിക്കും. അത് അംഗീകരിച്ചെടുക്കാൻ BJP സ്വാഭാവികമായും ശ്രമിക്കും. പക്ഷേ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിഷേധത്തെ അവഗണിച്ച് ഈ അവധി പാസാക്കി എടുത്താൽ പോലും നിയമക്കുരുക്കിലേക്ക് പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളിയാഴ്ചത്തെ കൗൺസിൽ യോഗം കഴിഞ്ഞ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകും എന്നതാണ് നിലവിൽ CPM അറിയിച്ചിരിക്കുന്ന കാര്യം. സുഗതനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPM കത്ത് നൽകുന്നത്. നിലവിൽ 51 പേരുടെ പിന്തുണയോടുകൂടിയാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. അതിൽ ഒരാൾ സ്വതന്ത്രനാണ്. സുഗതൻ അയോഗ്യനായാൽ പിന്നീട് 50 എന്ന നിലയിലേക്ക് പോകും. അതായത് കേവല ഭൂരിപക്ഷം BJPക്ക് നഷ്ടപ്പെടും. നിലവിൽ 29 കൗൺസിലർമാർ LDFനും 20 പേർ UDFനുമുണ്ട്. നേരത്തെയൊക്കെ തന്നെ അവിശ്വാസം കൊണ്ടുവരാൻ UDF ശ്രമിച്ചെങ്കിലും അത് പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായ SP ദീപക് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും നിയമപരമായി ഇതിനെ മറികടക്കാനുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകിയാലും അതിനെ നിയമപരമായി നേരിട്ടുകൊണ്ട് ഈ സുഗതന് അയോഗ്യത കൽപ്പിക്കാതിരിക്കാനുള്ള വഴികളാണ് നിലവിൽ BJP തേടുന്നത്. ഈ BJP മേയർ VV രാജേഷ് ഉൾപ്പെടെ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങളും അതുതന്നെയാണ്. കാരണം അത്തരത്തിലൊരു അയോഗ്യത ഉണ്ടാകില്ല എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് VV രാജേഷ് പങ്കുവയ്ക്കുന്നത്. എങ്ങനെയെങ്കിൽ നിയമപരമായി തന്നെ ഈ BJP നടപടിക്കെതിരെ കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൗൺസിലർമാർ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും നിലവിൽ നിർണായകമാണ്. നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയിലേക്ക് എന്നതാണോ CPM നിലപാട്?
അത് തീർച്ചയായും അതുതന്നെയാണ് നിലവിൽ CPM എടുത്തിരിക്കുന്ന ഒരു നിലപാട്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് കൗൺസിൽ യോഗം കഴിഞ്ഞ് സുഗതനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകും. മുനിസിപ്പൽ ആക്ട് പ്രകാരം ആക്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM അത്തരമൊരു നടപടികളിലേക്ക് പോകുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത്. പിന്നീട് സർക്കാരിന്റെയും ഒപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെ അഭിപ്രായം തേടിക്കൊണ്ടായിരിക്കും കോർപ്പറേഷൻ സെക്രട്ടറി അത്തരത്തിൽ തുടർ നടപടി സ്വീകരിക്കുക. പക്ഷേ ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന കാപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി ഇത്തരത്തിൽ അവധി അപേക്ഷ നൽകുമ്പോൾ അത് പരിഗണിക്കപ്പെടാൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. മറ്റ് ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ അല്ല ഈ അവധിക്ക് കാരണമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു അവധി പരിഗണിക്കരുത് എന്നതാണ് നിലവിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കഴിഞ്ഞ തവണ കൗൺസിൽ യോഗം ചേർന്നപ്പോൾ പോലും മിനിറ്റുകൾ കൊണ്ടാണ് കൗൺസിൽ യോഗം അവസാനിച്ചത്. സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു അന്ന് കണ്ടത്. കയ്യാങ്കളിയിലേക്ക് പോയി. എന്തായാലും വെള്ളിയാഴ്ചയും സമാനമായ പ്രതിഷേധം കോർപ്പറേഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ സുഗതന്റെ ഈ അവധി അപേക്ഷ സ്വാഭാവികമായും കൗൺസിൽ വരും. അത് പാസ്സാക്കാൻ BJP ശ്രമിക്കും. അത് പിന്നീട് ഒരു കലാപ കലുഷിത അന്തരീക്ഷത്തിലേക്ക് പോകുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അയോഗ്യത മറികടക്കാൻ നിയമവിദഗ്ധരുമായി ഇതിനോടകം തന്നെ BJP കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ